എല്ലാവർക്കും ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം. നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള സബ്ജക്റ്റിലെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ലോഡഡ് വിത്ത് at the center. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ SSB എന്ന് പറയും അല്ലേ. നമ്മുടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻറ്ററിലായിട്ട് മിഡ് പോയിന്റിലായിട്ട് ഒരു പോയിന്റ് ലോഡ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ലോഡഡ് വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ. ഇവിടെ പോയിന്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ നമുക്കറിയാം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലേ. എന്താണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബീമിൻ്റെ രണ്ട് എൻഡുകളിലായിട്ട് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ആ ടൈപ്പ് ബീമിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ സെൻറ്ററിലായിട്ട് അല്ലെങ്കിൽ മിഡ് പോയിന്റിലായിട്ട് ഒരു ലോഡ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയാണ് ജനറേറ്റ് ആവുന്നത് നമ്മളൊന്ന് പഠിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സിംപ്ലി സപ്പോർട്ട് ബീം വിത്ത് ലോഡ് വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് പോയിന്റ് ലോഡ് W kN. അതുപോലെ ഈ ഒരു ബീമിൻ്റെ ലെങ്ത് നമ്മൾ സ്മോൾ ലെറ്റർ L വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമുക്ക് വരയ്ക്കണം. ആദ്യം എന്ത് വേണം? നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടെത്തണം അല്ലേ. ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്കിത് പോയിന്റ് A എന്നും ഇതിനെ പോയിന്റ് B എന്നും ഈ ഒരു പോയിന്റ് നമുക്ക് പോയിന്റ് C എന്നും വിളിക്കാം. അപ്പോൾ 3 പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ റൈറ്റ് പോയിന്റ്, റൈറ്റ് എഡ്ജ് പോയിന്റ് A, ഈ ഒരു എഡ്ജ് പോയിന്റ് B, സെൻറ്റർ പോയിന്റ് അല്ലെങ്കിൽ മിഡ് പോയിന്റ് പോയിന്റ് C നമ്മൾ നോട്ട് ചെയ്തു. അതുപോലെ തന്നെ നമുക്കറിയാം ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഒരു W kN മിഡ് പോയിന്റായി നമ്മൾ ആക്ട് ചെയ്യുന്നത് അല്ലെ, ലോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു W kN എതിരെ ഇവിടെ നമ്മൾ രണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ബീമിൻ്റെ മേലെ നിൽക്കുന്നത്. ഇവിടെ ലോഡ് കൊടുത്തിട്ട് ഈ ബീം നിൽക്കാനുള്ള കാരണം എന്താണ്? ഈ രണ്ട് സപ്പോർട്ടുകൾ കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം ഈ W kN ഈക്വൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഫോഴ്സുകൾ, ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് RBയും അതുപോലെ ഈ ഒരു പോയിന്റ് Aയിൽ റിയാക്ഷൻ ഫോഴ്സ് RI എന്ത് ചെയ്യും? അപ്വാർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലോഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കരുത്? ഈ ഒരു ബീം ബെൻഡ് ആവാണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ആവാണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സ് RBയും ഈ പോയിന്റ് A ഉള്ളത് RIയുമാണ്. അതായത് W kN ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും ഈ രണ്ട് റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നത്. നമുക്ക് എഴുതാം RA + RB = നമുക്ക് W എഴുതാം. ഓക്കെ, മേലെ നിന്ന് കൊടുക്കുന്ന ഡൗൺവേർഡ് ഫോഴ്സ് ഈക്വൽ ടു എന്ത് എഴുതാം? ഈ മേലോട്ട് ആക്ട് ചെയ്യുന്ന RA + RB നമുക്ക് എഴുതാം. അതിൻ്റെ അർത്ഥം RA = നമുക്ക് W2 ആയിരിക്കും, W/2 ആയിരിക്കും. അതുപോലെ തന്നെ RB = W/2 ആയിരിക്കും. അപ്പോൾ ഈ W/2 അല്ലെങ്കിൽ ഈ W-ൻ്റെ പകുതിയാണ് RA ആയിട്ട് മേലോട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ W kN പകുതിയാണ് RB ആയിട്ട് മേലോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? RA = W/2, അതുപോലെ തന്നെ RB = W/2. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഫോഴ്സ് RAയും RBയും നമ്മൾ കണ്ടെത്തി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനുള്ള ഓരോ പോയിന്റിലെയും ഷിയർ ഫോഴ്സുകൾ നമുക്ക് കണ്ടെത്താം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് A നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മളൊരു സെക്ഷൻ ലൈൻ വരയ്ക്കും അല്ലേ. ഒരു സെക്ഷൻ ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യാം? സെക്ഷൻ ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കാം. ഒരു അപ്വാർഡ് ഫോഴ്സ് ഉണ്ട് അല്ലേ. എത്രയാണത്? നമുക്കറിയാം RA = W/2 ആണ്, RB = W/2 ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഫോഴ്സ് മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് W/2 ആണ്. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് A നമുക്ക് എന്ത് എഴുതാം? W/2 kN എഴുതാം അല്ലേ.
ആ ഒരു സെക്ഷൻ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ ആകെ ഒറ്റ ഫോഴ്സ് ഉള്ളൂ, അതായത് UW/2 kN. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സൈൻ ആണ് അല്ലേ, പ്ലസ് ആണോ മൈനസ് ആണോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ സെക്ഷൻ ലൈനിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് അപ്വേർഡും അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഡൗൺവേർഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നെഗറ്റീവ് സൈനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്, ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമ്മുടെ സെക്ഷൻ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സും റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫോഴ്സാണ് നമുക്കിത് പോസിറ്റീവായിട്ട് എടുക്കാം. അതേപോലെ തന്നെ സെക്ഷൻ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് ഫോഴ്സും റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സാണ് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഈ സെക്ഷൻ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സാണ്, സെക്ഷൻ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാം, -W/2 kN കാണിച്ചു. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് സി കാണാം. ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് സി. അപ്പോൾ പോയിന്റ് സി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ജസ്റ്റ് ഇവിടെ ഒരു സെക്ഷൻ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കാം, ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്. ഒരു ഡൗൺവേർഡ് ഫോഴ്സ് W kN ഡൗൺവേർഡ് ഫോഴ്സും ഉണ്ട്, ഒരു W/2 kN അപ്വേർഡ് ഫോഴ്സും ഉണ്ട്. അപ്പോൾ എന്താ, രണ്ട് ഫോഴ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം W kN, അത് ഡൗൺവേർഡ് ഫോഴ്സാണ് അല്ലേ. ഈ സെക്ഷൻ ലൈനിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഡൗൺവേർഡ് ഫോഴ്സാണ്, നമുക്ക് പോസിറ്റീവ് എടുക്കാം. അപ്പോൾ നമുക്ക് +W ആണ്, അത് +W. ഓക്കെ, ഇനി സെക്ഷൻ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു അപ്വേർഡ് ഫോഴ്സ് വരുന്നുണ്ട് അല്ലേ. നമ്മുടെ RIയിലുള്ള അല്ലെങ്കിൽ RI എന്ന് പറഞ്ഞ ഫോഴ്സ് മേലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതായത് W/2 kN. അതിൻ്റെ സൈൻ എന്തായിരിക്കും, നമുക്കറിയാം, അത് നെഗറ്റീവ് ആയിരിക്കും അല്ലേ. സെക്ഷൻ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, -W/2 എഴുതാം. ഓക്കെ, അപ്പോൾ W - W/2 ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് W/2 kN കിട്ടും. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് സി എന്ന് പറയുന്നത് W/2 kN ആയിരിക്കും, അതായത് +W/2 kN. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ബി കണ്ടെത്താം. ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ബി. അപ്പോൾ നമുക്കറിയാം ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ബി നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു സെക്ഷൻ ലൈൻ നോക്കാം. ഇനി എന്ത് ചെയ്യാം, സെക്ഷനിലെ റൈറ്റ് സൈഡിലേക്ക് നോക്കാം, എത്ര ഫോഴ്സ് വരുന്നുണ്ട്. ഒരു അപ്വേർഡ് ഫോഴ്സ്, വീണ്ടും ഒരു അപ്വേർഡ് ഫോഴ്സ്, ഒരു ഡൗൺവേർഡ് ഫോഴ്സ്, മൊത്തം 3 ഫോഴ്സ് വരുന്നുണ്ട്. ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും, ഈ ഒരു അപ്വേർഡ് ഫോഴ്സ് നെഗറ്റീവ് ആയിരിക്കും, അതുപോലെ താഴോട്ട് വരുന്ന ഡൗൺവേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് എഴുതാം W പോസിറ്റീവ് ആണ്, പിന്നെ വരുന്നത് W/2, പിന്നെ വരുന്നത് RIയിലുള്ള W/2 അല്ലേ. അപ്പോൾ എന്ത് കിട്ടി, W - W/2 എന്ത് കിട്ടി, W/2 W/2 എന്തായിരിക്കും, ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ബി എന്ന് പറയുന്നത് 0 kN ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സ് 3 പോയിന്റിലെയും ഷിയർ ഫോഴ്സ് കണ്ടു, പോയിന്റ് എയിലെ കണ്ടു, പോയിന്റ് സിയിലെ കണ്ടു, പോയിന്റ് ബിയിലെ കണ്ടു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ലൈൻസ് എന്ത് ചെയ്ത് ജസ്റ്റ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഇനി ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ജസ്റ്റ് ഒരു ബേസ് ലൈൻ അല്ലേ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ബേസ് ലൈൻ ആയിട്ട് വരയ്ക്കാം. ഇനി ഓരോ പോയിന്റിലെയും ഷിയർ ഫോഴ്സ് എന്ത് ചെയ്യാം, പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എ -W/2 kN. മൈനസ് ആകുമ്പോൾ ഈ ബേസ് ലൈനിൽ നിന്ന് നമ്മൾ താഴോട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, -W/2. പിന്നെ ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് സി, അത് W/2 kN പ്ലസ് ആണല്ലേ. പോയിന്റ് സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ പോയിന്റ് വരുന്നത് ഇവിടെ അല്ല, ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, W/2 kN പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ മേലോട്ടൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ബി, ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ബി 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ പോയിന്റ് ബിയിലെ 0. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പോയിന്റ് എന്ത് ചെയ്യാം, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ 3 പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യണം. അതായത് എങ്ങനെ കണക്ട് ചെയ്യുക, ഇത് പോയിന്റ് ലോഡാണ് വരുന്നത് അല്ലേ. ഈ സെൻറ്ററിലാണെങ്കിലും പോയിന്റ് ലോഡാണ്, ഈ 2 എൻഡിലാണെങ്കിലും പോയിന്റ് ലോഡ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. പോയിന്റ് ലോഡ് ഇവിടെ മാത്രം ആക്ട് ചെയ്യും. പിന്നെ വരുന്നത് ഇത് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. പിന്നെ നമുക്ക് കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ കണക്ട് ചെയ്യാനുള്ളത് ഈ ഒരു പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെയും പോയിന്റ് ലോഡാണ്, ഇവിടെയും പോയിന്റ് ലോഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ലോഡിൻ്റെ ഇവിടെ അങ്ങനെ കാണിക്കുക, ഇത് തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ ബേസ് ലൈനിൻ്റെ മേലേക്കുള്ളത് നമ്മൾ പോസിറ്റീവ് മാർക്ക് ചെയ്യാം, ബേസ് ലൈനിൻ്റെ താഴേക്കുള്ളത് നമ്മൾ നെഗറ്റീവ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു SSBയിൽ മിഡ് പോയിന്റിൽ പോയിന്റ് ലോഡ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ 2 റെക്ടാങ്കിൾസ് ആണ് ഇവിടെ ഫോം ചെയ്തുള്ളത്.
ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാനുള്ള ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ നമുക്ക് ആദ്യം ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് എ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റ് എ നോക്കുന്ന സമയത്ത് നമ്മൾ സെക്ഷൻ ലൈൻ വരയ്ക്കുമ്പോൾ പോയിന്റ് എയിൽ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഫോഴ്സുകളൊന്നുമില്ല. നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ പോയിന്റ് എ നോക്കുന്ന സമയത്ത് ഫോഴ്സ് W/2 ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? അവിടുന്ന് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നില്ല അല്ലേ? 0 തന്നെ ആയിരിക്കും. അപ്പോൾ W/2 ഇൻറ്റു 0 എന്ത് കിട്ടും? നമുക്ക് 0 ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് സി നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് സി. പോയിന്റ് സി ഇവിടെയാണ് വരുന്നത് അല്ലേ? പോയിന്റ് സി ഇവിടെയാണ് വരുന്നത്. പോയിന്റ് സിയിൽ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട് അല്ലേ? പോയിന്റ് എയിലുള്ളൊരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഇൻറ്റു ഈ പോയിന്റ് സി വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇതിന് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇത് L/2 ആയിരിക്കും. അതുപോലെ തന്നെ ഇതും L/2 ആയിരിക്കും അല്ലേ? അപ്പോൾ പോയിന്റ് സിയിലുള്ള ബെൻഡിങ് മൊമെന്റ് എത്ര ആയിരിക്കും? ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ W/2 ആണ്. ഫോഴ്സ് W/2 ആണ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഫോഴ്സ് നമ്മുടെ ഈ പോയിന്റിൽ നിന്ന് ഇത്ര ദൂരത്താണ് നിൽക്കുന്നത് അല്ലേ? അതായത് ഇൻറ്റു L/2. അപ്പോൾ നമുക്ക് W/2 ഇൻറ്റു L/2 കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സൈൻ നോക്കണം അല്ലേ? നമുക്കറിയാം അപ്വേർഡ് ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പോസിറ്റീവിനെയാണ് ബെൻഡിങ് മൊമെന്റ് ചെയ്യുന്ന സമയത്ത് എടുക്കാറ്. അപ്പോൾ എന്ത് ചെയ്യാം, W/L WL ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 WL/4 കിട്ടും. അത്രയും kN/m. ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് സി നമുക്ക് WL/4 കിട്ടും. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് ബി നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് ബി. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റ് ബി നോക്കാം. അപ്പോൾ പോയിന്റ് ബിയിലുള്ള ഫോഴ്സ് ഏതാണ്? ഇവിടെ വരുന്ന ഈ അപ്വേർഡ് ഫോഴ്സ് ആണ് അല്ലേ? അപ്പോൾ ആ അപ്വേർഡ് ഫോഴ്സ് ഇൻറ്റു എത്ര ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നത്? നമ്മളിവിടെ സെക്ഷൻ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അവിടെ ഡിസ്റ്റൻസ് ഇല്ല. ഡിസ്റ്റൻസ് എന്തായിരിക്കും? അവിടെ 0 ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഫോഴ്സ് W/2 കിലോമീറ്റർ ഉണ്ട്. W/2 ഇൻറ്റു എന്ത് ചെയ്യുക, 0 ചെയ്താൽ നമുക്ക് 0 തന്നെ ആയിരിക്കും കിട്ടും. അത് തന്നെയാണ് എന്ത് സംഭവിച്ചത്? നമ്മുടെ ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് ആയിരുന്നു സംഭവിച്ചത്. അതായത് W/2 കിലോമീറ്റർ ഉണ്ട് ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് 0 ആണ്. അതുകൊണ്ടാണ് അത് 0 ആയിട്ട് മാറിയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് നമ്മൾ കണ്ടെത്തി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ബേസ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് എ എത്രയാണ്? 0 ആണ് അല്ലേ? അപ്പോൾ ആ ലൈൻ തന്നെയായിരിക്കും പോയിന്റ് ഉണ്ടാവുക. പിന്നെ ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് സി WL/4 അത് പോസിറ്റീവ് നമ്പറാണ് അല്ലേ? അല്ലെങ്കിൽ പ്ലസ് സൈൻ ആണ് അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും, പോയിന്റ് സിയിലാകുമ്പോൾ കുറച്ച് മേലായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് ബി അതും 0 ആണ്. 0 ആകുമ്പോൾ ഈ പോയിന്റ് തന്നെ മാർക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മൾ മീറ്റ് ചെയ്യുക. ഈ ഒരു പോയിന്റ് നമ്മൾ മീറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഓക്കെ, ഇത് ചെയ്യാനുള്ളത് ഇവിടെ എന്ത് ചെയ്യാൻ, ജസ്റ്റ് പോസിറ്റീവ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം എല്ലാ വാല്യൂസും ആ ഒരു ബേസ് ലൈനിൻ്റെ മേലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ സെൻറ്റർ അല്ലേ? ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ സെൻറ്ററിലായിട്ട് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന SFD ഷിയർ ഫോഴ്സ് ഡയഗ്രം, അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ് നമ്മൾ വരയ്ക്കാൻ പഠിച്ചത്. അപ്പോൾ ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു.